ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിക്ക് മേഡിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ മുമ്പ് നമ്മൾ ഈ ചാനൽ തന്നെ പരിചയപ്പെടുത്ത റഷ്യ എന്ന ആപ്പിനെ പറ്റിയാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും ഈ ആപ്പിനെ പറ്റി പറയുകയില്ല, കാരണം ഇതിൻ്റെ ഈ ആപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മീത്തൊരു ഐ പോകുന്നുണ്ടാവും, ഐ ഐക്കൺ അതിലും കൊടുത്തിട്ടുണ്ട്. നിർബന്ധമായി കാണുക, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞാൻ ഇതിൽ നിന്ന് 1-2 തവണ ഒരു ബിഗ് എമൗണ്ട്, ഏകദേശം ഒരു ബിഗ് എമൗണ്ട് റെഡീം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രൂഫും പിന്നെ ഇതിൽ റെഫറിന് ഒരു ബഗ് വന്നിട്ടുണ്ട്, അതും പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഈ വീഡിയോ കുറച്ച് ലെങ്ത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫുൾ ഡീറ്റെയിൽ എങ്ങനെയെങ്കിലും സൈനപ്പ് ചെയ്യുന്നത്, പിന്നെ റെഡീം ചെയ്യുന്നത്, പിന്നെ ഇത് ഗെയിം തോറ്റാൽ നമുക്ക് പൈസ തിരിച്ച് കിട്ടും, അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും താഴെ കൊടുക്കാം. അതായത് നമുക്ക് സമയങ്ങളിൽ നമ്മൾ വീഡിയോയിൽ കിടക്കാം. നിങ്ങൾ റഷ്യ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. ഇതാണ് ഈ ആപ്പിൻ്റെ റഷ്യ ആപ്പിൻ്റെ മെയിൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് ഫോണാണ്. ഈ ആപ്പ് ആൻഡ്രോയിഡ് ഫോണിലും അതേപോലെ തന്നെ ഐഫോണും ഒരേപോലെ വർക്ക് ചെയ്യും. നമുക്ക് എന്തായാലും ഇതിൽ ആദ്യം നമ്മുടെ റെഫർ ബഗ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടി താഴെ റെഫറൽസ് എന്ന ഓപ്ഷനിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ റെഫറൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് കാണാൻ പറ്റും. ഇതാണ് റെഫറൽസിൻ്റെ മെയിൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു വീഡിയോ പ്ലേ ചെയ്യുന്നത് കാണാൻ പറ്റും. അതെന്ന് വെച്ചാൽ എങ്ങനെ റെഫർ ചെയ്യുന്ന ഒരു പരിചയപ്പെടുത്തുന്നതാണ്. അതിന് താഴെ അതിന് സ്റ്റെപ്പ് പറയുന്നത്. നമുക്ക് എന്തായാലും അത് വായിച്ച് നോക്കാം. ഇവിടെ അവർ റെഫറൽ ക്യാഷ് കിട്ടാൻ പറയുന്ന സ്റ്റെപ്പിൽ ആദ്യത്തെ എന്ന് പറയുന്നത് റെഫറൽ ലിങ്ക് ഷെയർ ചെയ്യുന്നതാണ്. വെച്ചാൽ നമ്മുടെ വാട്സപ്പോ ടെലിഗ്രാമോ ഏത് വഴി നമുക്ക് റെഫറൽ ലിങ്ക് ഷെയർ ചെയ്യാം. പിന്നെ നമ്മുടെ ഫ്രണ്ട് ആ റെഫറൽ ലിങ്ക് വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് 10 രൂപ ഷുവറായിട്ട് കിട്ടും. എന്ന് വെച്ചാൽ 10 രൂപ വരെ അല്ല, 10 രൂപ കറക്റ്റ് കിട്ടും. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ മിനിമം ഡെപ്പോസിറ്റ് 9 രൂപയാണ്. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ 125 രൂപ വരെ കിട്ടും. കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്താൽ കൂടുതൽ കിട്ടും. അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഒരു VIP എന്ന സാധനം, റഷ് VIP എന്ന് പറഞ്ഞിട്ട് അത് പർച്ചേസ് ചെയ്താൽ 5 രൂപ കറക്റ്റ് കിട്ടും. ഷുവർ 5 രൂപയാണ്, 5 രൂപ വരെ അല്ല. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഇതിൽ ഗെയിം കളിക്കുന്നതനുസരിച്ച് നമുക്കൊരു 865 രൂപ വരെയാണ്. 865 രൂപ കിട്ടുന്നില്ല, 865 രൂപ കമ്മീഷൻ വെച്ച് കിട്ടും. ബില്ലും കിട്ടാൻ ചാൻസ് ഇല്ല. അതാണ് ഇതിൽ സാധാരണ എല്ലാവർക്കും കിട്ടുന്ന റെഫറൽ ഓഫർ എന്ന് പറയുന്നത്. നമ്മുടെ ഫ്രണ്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതി, ക്യാഷ് ആഡ് ചെയ്യുന്ന ഒരു ആവശ്യമില്ല. 9 രൂപ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് 10 രൂപ ഷുവർ ആയിട്ട് കിട്ടും. പിന്നെ 9 രൂപ ആഡ് ചെയ്താൽ 125 രൂപയിൽ നിന്ന് കമ്മീഷൻ കിട്ടുന്നല്ലോ. 10 രൂപ ഷുവറായിട്ട് എന്തായാലും ജോയിൻ ചെയ്താൽ ജോയിൻ ചെയ്താൽ കിട്ടും നമുക്ക്. ഇനി നമുക്കിതിലെ റെഫറൽ ബഗ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് എൻ്റെ മറ്റൊരു അക്കൗണ്ടാണ്. അതിലെ റെഫറലിൻ്റെ ഓപ്ഷൻ നിങ്ങൾ കാണുന്നത്. ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും, ഞാനിപ്പോൾ ഒരു ഫ്രണ്ട് റെഫർ ചെയ്താൽ ഫ്രണ്ട് ജോയിൻ ചെയ്താൽ മാത്രം മതി എനിക്ക് 15 രൂപയ്ക്കും കിട്ടുന്നത്. എന്ന് വെച്ചാൽ നേരത്തെ 10 രൂപയാണ് പറഞ്ഞത്, ഇപ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്നത് 15 രൂപയാണ്. ജസ്റ്റ് നമ്മൾ റെഫർ ചെയ്ത ഫ്രണ്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതി, ആഡ് ക്യാഷ് പോലും ചെയ്യേണ്ട. അഥവാ ആഡ് ക്യാഷ് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ ഗെയിംസ് കളിക്കുന്നുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരേ കമ്മീഷൻ മാത്രമേ കിട്ടുകയുള്ളൂ. പക്ഷേ ജോയിൻ ചെയ്യുമ്പോൾ 15 രൂപ ഷുവറായിട്ട് കിട്ടും. അപ് ടു അല്ല, 15 രൂപ നിർബന്ധം തന്നെ ഷുവറായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കിതിൽ എങ്ങനെ റെഡീം ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ എൻ്റെ വാലറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ വാലറ്റിൽ 172.13 രൂപയ്ക്ക് എടുക്കുന്നത് കാണാൻ പറ്റും. ഞാൻ എന്തായാലും റെഡീം ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി എൻ്റെ സെയിൽ കാണുന്ന വിഡ്രോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എൻ്റെ എമൗണ്ട് എടുത്ത് 173 രൂപ അടിച്ച ശേഷം താഴെ നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വിഡ്രോയിൽ ഫീ ആയിട്ട് അവർ 5.16 രൂപ പിടിക്കുന്നു പറയുന്നുണ്ട്. പിന്നെ TDS ഗവൺമെൻറ് ടാക്സ് എന്നിട്ട് 51.6 രൂപ പിടിക്കുന്നു പറയുന്നുണ്ട്. പിന്നെ അതിന് തൊട്ട് താഴെ കാണാൻ പറ്റും 110% TDS ക്യാഷ് ബാക്ക് എന്ന് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ പിടിക്കുന്ന 51.6 രൂപയുണ്ട്. മറ്റേ വിഡ്രോൾ ഫീ അല്ല, 51.6 രൂപ എനിക്ക് ഗവൺമെൻറ് ടാക്സ് അത് എനിക്ക് തിരിച്ച് തരുന്നവർ പറയുന്നത്. സാധാരണ 100% ഉണ്ടാക്കിയത് ഇപ്പോൾ എനിക്ക് ഓഫറാണ് 110% തിരിച്ച് തരുന്നതാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച പൈസ മൊത്തം എനിക്ക് തിരിച്ച് കിട്ടുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെ നോക്കാം. അതിനുവേണ്ടി സെയിൽ കാണുന്ന ഗെറ്റ് ₹172 എന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഒരു 5 മിനിറ്റിൻ്റെ ടൈമർ പോലെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഒരു 10 സെക്കൻഡ് പോലും ആയിട്ടില്ല, അതിന് മുൻപ് തന്നെ നമുക്ക് മീറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് റഷ് ആപ്പിൻ്റെ ഭാഗത്ത് നിന്നും നമ്മുടെ വിഡ്രോ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഒന്ന് ഓൾ ട്രാൻസാക്ഷൻസിലേക്ക് ഇരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കാണാൻ പറ്റും ഇവിടെ നമ്മുടെ ₹172 വിഡ്രോ ചെയ്ത ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണാൻ പറ്റും. അതിന് തൊട്ട് മുകളിൽ തന്നെ 51.6 രൂപ നമ്മൾ TDS ടാക്സ് പിടിച്ചത് കാണാൻ പറ്റും. അതിന് തൊട്ട് മുകളിൽ തന്നെ നമ്മുടെ TDS ക്യാഷ് ബാക്ക് കാണാൻ പറ്റും. ഒരു 56.76 രൂപ വരെ നമുക്ക് നമ്മുടെ 110% TDS ക്യാഷ് ബാക്ക് തന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 41.43 രൂപ, അതായത് ഈ 56.76 രൂപയിൽ 41.43 രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ക്യാഷ് ആയിട്ട് നമുക്ക് തന്നിട്ടില്ല. പിന്നെ ബാക്കി വരുന്ന 15.33 രൂപ വരെ നമുക്ക് നമ്മുടെ റഷ് റിവാർഡ്സ് ആയിട്ട് തരുന്നത്. വെച്ചാൽ റഷ് റിവാർഡ്സ് നമുക്ക് ഇതിലേക്ക് ഗെയിം കളിക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് തന്നിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ എൻ്റെ റഷ് ആപ്പിൻ്റെ വിന്നിങ്സിൽ 81.62 രൂപയ്ക്ക് എടുക്കുന്നത് കാണാം. ഞാൻ ഇത് റെഡീം ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി എൻ്റെ സൈഡിൽ കാണുന്ന വിഡ്രോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എൻ്റർ എമൗണ്ട് എടുത്ത് ഞാൻ 81 രൂപ അടിച്ചതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണുമ്പോൾ ഞാൻ 81 രൂപ റെഡീം ചെയ്യുമ്പോൾ 2.43 രൂപ അവർ വിഡ്രോവൽ ഫീ ആയിട്ട് പിടിക്കുന്നത് റഷ് ആപ്പ്. പിന്നെ 24.3 രൂപ TDS ടാക്സിൻ്റെ പിടിക്കുന്നത്, ഗവൺമെൻറ് ടാക്സിൻ്റെ പിടിക്കുന്നത്. പക്ഷേ ഈ 24.3 നമുക്ക് തിരിച്ചു കിട്ടാൻ ഞാൻ കാണിച്ചു തന്നെ എങ്ങനെയാണ്. ഞാൻ എന്തായാലും ഗെറ്റ് ₹54.27 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ കാണുമ്പോൾ
5 മിനിറ്റ് ടൈമർ പോകുന്നത് കാണാൻ പറ്റും. പക്ഷേ 5 സെക്കൻഡ് ആയതിൽ മികച്ച നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് റഷ് ആപ്പിൻ്റെ ഭാഗത്ത് നിന്ന്. എൻ്റെ വിഡ്രോ സക്സസ്ഫുൾ എന്നൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 24 മണിക്കൂർ പിടിക്കുന്നു പറഞ്ഞു. പക്ഷേ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒന്ന് ബാക്കിലേക്ക് വരുന്നു. ഓക്കെ ഫ്രണ്ടിൽ കാണാൻ പറ്റും എൻ്റെ റഷ് ആപ്പ് ബിന്നിങ്സ് 22.49 രൂപ കിടക്കുന്നത് കാണാൻ പറ്റും. പിന്നെ എൻ്റെ റഷ് റിവാർഡ്സ് 2.43 രൂപ കിടക്കുന്നതാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 24.3 രൂപ TDS ടാക്സ് പിടിച്ചത് എനിക്ക് ക്യാഷ് ബാക്കായി തിരിച്ച് കിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റുന്നത് 2.43 രൂപ എനിക്ക് റഷ് റിവാർഡ്സ് കിട്ടിയത്. നേരത്തെ 0 ആയിരുന്നുണ്ടായിരുന്നു. പിന്നെ മറ്റേത് 81 രൂപയായിരുന്നുണ്ടായിരുന്നു. 51 രൂപ റെഡീം ചെയ്തപ്പോൾ അത് റെഡീം ചെയ്തതിന് ശേഷം എനിക്ക് 22 രൂപ തിരിച്ചിങ്ങോട്ട് തന്നെ കിട്ടിയിട്ട് ടാക്സ് പിടിച്ചത്. അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയുള്ള വീഡിയോ 2 അപ്ഡേഷൻ നിങ്ങൾക്ക് പരിചയപ്പെട്ടാൽ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ആപ്പിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോ ഞാൻ ഗെയിം കളിക്കുന്നതും പിന്നെ എനിക്ക് ഗെയിം തോറ്റപ്പോൾ പൈസ തിരിച്ച് അതേപോലെ തന്നെ കിട്ടുന്നതും പിന്നെ ഏത് ഗെയിമാണ് കളിക്കേണ്ടതും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും പിന്നെ മുകളിൽ അതിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നിർബന്ധമായി പോയി കാണാൻ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇതിലും നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.